ചാനൽ പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. വൈകുന്നേരമായിരിക്കുന്നു. ആ പാർക്കിൽ 78 വയസ്സുള്ള വർഗീസ് മാഷ് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ തിളങ്ങുന്ന ഒരു സ്മാർട്ട് ബാൻഡുണ്ട്. അദ്ദേഹത്തിന് നേരിയ ഓർമ്മക്കുറവുണ്ടെങ്കിലും ആ ബാൻഡ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങളും GPS ലൊക്കേഷനും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാദേശിക കൺട്രോൾ റൂമിലേക്കും വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫോണിലേക്കും തത്സമയം അയക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സമീപം 22-കാരിയായ അഞ്ജലി ഇരിക്കുന്നു. അവൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അവൾ മാഷിന് പുതിയൊരു ബുക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. സ്മാർട്ട് ഫോണിലെ പുതിയൊരു ഫീച്ചർ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അഞ്ജലി ഇവിടെ ചെലവഴിക്കുന്ന ഓരോ മണിക്കൂറും അവളുടെ ടൈം ബാങ്ക് അക്കൗണ്ടിൽ ഡിജിറ്റലായി ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ഉപയോഗിച്ചാണ് അവൾ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ സൗജന്യ താമസം നേടുന്നത്. പാർക്കിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹബ്ബിൽ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. വിരമിച്ച പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയറായ 68-കാരൻ നാരായണനും വിരമിച്ച അഗ്രികൾച്ചർ ഓഫീസറായ 70-കാരി സാഹിലയും അവിടുത്തെ യുവാക്കൾക്ക് നേതൃത്വം നൽകുന്നു. ആ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ വാട്ടർ മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ഇവരാണ്. അപ്പോഴേക്കും പാർക്കിലെ കവാടത്തിലേക്ക് സർക്കാരിൻ്റെ ഇലക്ട്രിക് ലോ ഫ്ലോർ ഏജ് ഫ്രണ്ട്ലി ബസ്സുകൾ വന്നടുക്കുന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു കൂട്ടം മുതിർന്ന പൗരന്മാരാണ്. KSRTCയും ടൂറിസം വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സിൽവർ ടൂറിസം കഴിഞ്ഞ് തിരിച്ചെത്തിയവരാണവർ. തൊട്ടപ്പുറത്ത് ബാങ്കിൽ നിന്ന് റിവേഴ്സ് മോർഗേജ് വഴി എല്ലാ മാസവും കൃത്യമായ തുക അക്കൗണ്ടിൽ എത്തുന്നതിനാൽ സാമ്പത്തികമായി ആരോടും യാചിക്കാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അന്തസ്സായി ജീവിക്കുന്ന പ്രായമായ ആളുകൾ. അവർ തങ്ങളുടെ മരുന്നുകളും ഓർഗാനിക് ഭക്ഷണങ്ങളും വാങ്ങുന്നത് സർക്കാർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സിൽവർ സ്റ്റാർട്ടപ്പിൽ നിന്നാണ്. ആ സംരംഭത്തിലെ ഓരോ ഇൻവോയ്സിൽ നിന്നും 9% തുക സർക്കാർ GST ആയി കേരള സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നേരിട്ടൊഴുകുന്നു. ഇത് ജപ്പാനിലെ കഥയല്ല. പുതിയ ചില മുന്നേറ്റങ്ങൾ നമുക്ക് വിജയകരമാക്കാനായാൽ 10 വർഷം കഴിഞ്ഞുള്ള കേരളത്തിൻ്റെ ചിത്രമാണ്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ബാല്യവും യുവത്വവും യൗവനവും കടന്ന് എല്ലാവരും എത്തപ്പെടുന്ന ഒരു കാലമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടതായി നാം താലോലിച്ച ശരീരത്തിൽ ചുളിവുകൾ വീഴുകയും ചിന്തകളുടെ കണ്ണിമുറിയുകയും രോഗങ്ങൾ അതിഥികളായി കടന്നെത്തുകയും ചെയ്യുന്ന ഒരു കാലം. അതുവരെ ചെയ്ത കർമ്മങ്ങളിൽ ശുദ്ധിയും വ്യക്തതയും ഉണ്ടെങ്കിൽ, ആർത്തിയില്ലാതെ ജീവിച്ചെങ്കിൽ വാർദ്ധക്യത്തിൽ മനഃശാന്തി ഉണ്ടാകും. ശാരീരികമായി വരുന്ന മാറ്റങ്ങൾ നേരിടാൻ പക്വതയുണ്ടാകും. അല്ലാതെയുള്ളവർക്ക് കടന്നുപോകാൻ ദുഷ്കരമായ കാലമാണ് ജീവിതത്തിലെ സായാഹ്നം അഥവാ വയോജനകാലം. വഹിച്ച പദവികളോ മതമോ രാജ്യമോ കുലമോ സാമ്പത്തിക നിലയോ സൗകര്യങ്ങളോ ആഭിജാത്യമോ തൊലിയുടെ നിറമോ ഒന്നും ഈ സമയം നമ്മൾക്ക് കുടപിടിക്കില്ല. വാർദ്ധക്യം വരെ ജീവിച്ചു മരിക്കുന്നവർക്ക് ജീവിത സായാഹ്നത്തിൽ ഭൂമി നൽകുന്നത് ജീവനെന്ന പ്രതിഭാസത്തിൻ്റെ പൂർണ്ണകായ ചിത്രമാണ്. ജപ്പാന്റെ തെരുവുകൾ കണ്ടിട്ടുണ്ടോ? മൊത്തം ജനസംഖ്യയുടെ 30%-ലധികം വയോജനങ്ങളുള്ള, അതായത് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുള്ള രാജ്യമാണത്. അതിവേഗം ജപ്പാനായി മാറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സമൂഹമുണ്ട് ലോകത്ത്, നമ്മുടെ കേരളം. ലോകത്ത് ഡെമോഗ്രാഫിക് വിന്റർ അഥവാ ജനസംഖ്യാ ശൈത്യം നേരിടുന്ന വിദേശ രാജ്യങ്ങളുടെ അതേ പാതയിലാണ് ഇന്ന് കേരളവും. വയോജനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ജപ്പാനാണ് കേരളം. നമ്മുടെ നാട്ടിലെ 20%-ഓളം ആളുകൾ 60-ന് മുകളിൽ പ്രായമുള്ളവരാണ്. ദേശീയ ശരാശരി 10%-ആണെന്ന് ഓർക്കണം. എണ്ണം കൂടി വരുന്ന വയോജനങ്ങൾ നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ നേട്ടമാണ്, ഒരു കോട്ടമല്ല. പക്ഷേ ആസൂത്രണമില്ലാത്തതിനാൽ ദീർഘായുസ് എന്ന സാധ്യത ബാധ്യതയായി മാറുന്നു പലർക്കും. അവിടെയാണ് എൽഡർലി ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ വയോജന വകുപ്പെന്ന പുതിയ സർക്കാരിൻ്റെ സങ്കല്പം ശ്രദ്ധ നേടുന്നത്. വയോജന മന്ത്രാലയം ശരിയായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ അടുത്ത 10 വർഷം കൊണ്ട് കേരളം അതിൻ്റെ ആരോഗ്യ സാമ്പത്തിക ഭൂപടം തിരുത്തിയെഴുതും, തീർച്ച. ഇന്ത്യയിൽ തന്നെ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ച് കേരളം ചരിത്രം കുറിക്കുമ്പോൾ ഇത് വെറുമൊരു ക്ഷേമ വകുപ്പ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക സാമൂഹിക വിപ്ലവമാണ്. എന്തിനാണ് ഒരു പ്രത്യേക വകുപ്പ്? ഗൗരവമേറിയ ചില കണക്കുകൾ നാം ശ്രദ്ധിച്ചേ പറ്റൂ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ വേഗത്തിൽ പ്രായമാവുകയാണെന്ന് പറഞ്ഞല്ലോ.
ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ വരും വർഷങ്ങളിൽ കേരളത്തിലെ ജനസംഖ്യയുടെ 22% ആളുകൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കും. അതായത് കേരളത്തിലെ 4-ൽ ഒരാൾ മുതിർന്ന പൗരനായിരിക്കും. കേരളത്തിലെ വലിയൊരു ശതമാനം വീടുകളിലും ഈ പ്രായമായ മാതാപിതാക്കൾ മാത്രമായി ഒറ്റപ്പെട്ടു കഴിയുന്നു. ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒരു ചെറിയ ഉപവിഭാഗത്തിന് മാത്രം കഴിയില്ല. ആ തിരിച്ചറിവാണ് ഒരു പ്രത്യേക മന്ത്രാലയം എന്ന ചരിത്രപരമായ തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയെ എത്തിച്ചത്. എന്നാൽ കേരളത്തിൻ്റെ സാമ്പത്തിക പരാധീനതകൾ നോക്കിയാൽ പുതിയ വകുപ്പ് ബജറ്റിലെ ബാധ്യതയിൽ നിന്ന് കെയർ എക്കോണമി എന്ന സാധ്യതയിലേക്ക് മാറിയാൽ മാത്രമേ ഈ മൂവ്മെൻറ്റിൽ സംസ്ഥാനത്തിന് വിജയം അവകാശപ്പെടാനാകൂ. വയോജന ക്ഷേമമെന്നാൽ എല്ലാ മാസവും നൽകുന്ന 3000 രൂപ ക്ഷേമ പെൻഷൻ മാത്രമാണെന്ന പരമ്പരാഗത ധാരണ പുതിയ മന്ത്രാലയത്തിന് തിരുത്താനാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രായമായവരെ സർക്കാരിൻ്റെ ബാധ്യതയായി കാണുന്നതിന് പകരം അതിനെ ഒരു കെയർ എക്കോണമി അഥവാ പരിചരണ സമ്പദ് വ്യവസ്ഥയായി മാറ്റുകയാണ് വേണ്ടത്. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക പ്രൊഡക്റ്റുകൾ, സേവനങ്ങൾ, ആരോഗ്യ പരിരക്ഷാ ഉപകരണങ്ങൾ, വിനോദോപാധികൾ എന്നിങ്ങനെ $1 ബില്യൺ എക്കോണമിയിലേക്ക് നയിക്കാവുന്ന സംരംഭക സാധ്യതയാണ് ഈ സിൽവർ എക്കോണമി തുറന്നിടുന്നത്. പ്രായമായവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് സഹായിക്കുന്ന ജെറിയാട്രിക് ടെക് വികസിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് കേരളം ഹബ്ബാകണം. വയോജന പരിചരണത്തിനായി അഥവാ ജെറിയാട്രിക് കെയറിനായി ലക്ഷക്കണക്കിന് പ്രൊഫഷണൽ കെയർ ടേക്കർമാരെ, നഴ്സുമാരെ ആവശ്യമായി വരും. ഇത് കേരളത്തിലെ യുവാക്കൾക്ക് സംസ്ഥാനത്തിനകത്ത് തന്നെ വലിയൊരു തൊഴിൽ വിപണി തുറന്നു നൽകും. എങ്ങനെയാണെന്ന് വിശദമായി പറയാം. പുതിയ വയോജന വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജപ്പാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ മാതൃകകൾ പഠിച്ച് സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നതായിരിക്കും. അതേസമയം ഈ വകുപ്പിൽ നടപ്പിലാക്കാവുന്ന മറ്റു ചില അന്താരാഷ്ട്ര മാതൃകകൾ കൂടി കാണാതെ പോകരുത്. ജപ്പാനിൽ പ്രായമായവർക്കായി വയോജന മന്ദിരങ്ങൾ മാത്രമല്ല ഉള്ളത്. പകരം അവർ ജീവിക്കുന്ന സ്വന്തം വീടുകളിൽ തന്നെ മെഡിക്കൽ, നഴ്സിംഗ്, പ്രതിരോധ പരിചരണങ്ങൾ എത്തിക്കുന്ന സംവിധാനമാണത്. കേരളത്തിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായം പ്രഭ ഹോമുകൾ, വയോമിത്രം പദ്ധതി എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തദ്ദേശീയ കമ്മ്യൂണിറ്റി കെയർ ശൃംഖല നിർമ്മിക്കാം. അതുപോലെ മറ്റൊരു വലിയ ആശയമാണ് ടൈം ബാങ്കിംഗ്. സ്വിറ്റ്സർലാൻഡ് മാതൃകയാണത്. ആരോഗ്യവാനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥി ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വയോധികന്റെ കൂടെ സമയം ചെലവഴിക്കുകയോ അവർക്ക് കരുതലായി നിൽക്കുകയോ ചെയ്താൽ ആ സമയം അവരുടെ ടൈം ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും. പിൽക്കാലത്ത് ഈ യുവാവിന് പ്രായമാകുമ്പോൾ മറ്റൊരു തലമുറ ഇവർക്കായി ആ സമയം തിരികെ നൽകും. ഇതൊരു സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. വയോജന വകുപ്പ് എന്നത് കേവലം അപേക്ഷകൾ വാങ്ങി ആനുകൂല്യങ്ങൾ നൽകുന്ന വകുപ്പാകരുത്. അത് കൃത്യമായ ദീർഘകാല ആസൂത്രണം അഥവാ പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ആവശ്യപ്പെടുന്ന ഒന്നാണ്. മുതിർന്ന പൗരന്മാർക്ക് പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും വയോജന സൗഹൃദമാക്കാൻ 2 വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ഒരൊറ്റ മന്ത്രിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ലോ ഫ്ലോർ ബസ്സുകൾ വർദ്ധിപ്പിക്കാനും റെയിൽവേ ബസ് സ്റ്റേഷനുകളിൽ വയോധികർക്കായി പ്രത്യേക റാമ്പുകളും വിശ്രമമുറികളും ഒരുക്കാനും ഇത് സഹായിക്കും. എന്നാൽ പുതിയ വകുപ്പ് ചില വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഒന്ന് ഫണ്ട് കണ്ടെത്തലാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കുമ്പോൾ 3000 രൂപ പെൻഷനും പുതിയ വകുപ്പും വലിയ ചിലവാണ്. ഇതിനായി പ്രത്യേക വയോജന ക്ഷേമ സെസ് അല്ലെങ്കിൽ പ്രവാസി മലയാളികളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും കണ്ടെത്തുന്ന CSR ഫണ്ടുകൾ സമാഹരിക്കാനാകണം. നിലവിൽ വയോജനങ്ങളുടെ ആരോഗ്യ വകുപ്പിലും പെൻഷൻ ധനവകുപ്പിലും വയോമിത്രം സാമൂഹിക നീതി വകുപ്പിലുമാണ്. ഇവയെല്ലാം പുതിയ മന്ത്രാലയത്തിന് കീഴിൽ ഒരു സിംഗിൾ വിൻഡോ സംവിധാനത്തിലേക്ക് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശാരീരിക രോഗങ്ങളെക്കാൾ പലപ്പോഴും പ്രായമായവരെ തളർത്തുന്നത് ഏകാന്തതയാണ്. ഇതിനായി കോളേജ് വിദ്യാർത്ഥികളെയും വയോധികരെയും ബന്ധിപ്പിക്കുന്ന ഇന്റർജനറേഷണൽ ലേണിംഗ് സെന്ററുകൾ ആരംഭിക്കുന്നത് ഗുണകരമായിരിക്കും. അത് പുതിയ തലമുറയെ പഠിപ്പിക്കാനുമാകണം. കാരണം ചെറുപ്പവും യൗവനവും വാർദ്ധക്യവും ജീവിതത്തിലെ സീസണുകളിൽ മാത്രമാണെന്ന അറിവ് പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കാനാകണം. നാളെ ചെന്നെത്തുന്ന വാർദ്ധക്യത്തെ ഇന്ന് അടുത്ത് കാണാനായാൽ നമ്മുടെ യുവാക്കളിൽ ചിലപ്പോൾ ചില നല്ല മാറ്റങ്ങൾ വന്നാലോ? കേരളം ഒരു കാലത്ത് വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിനെ കേരള മോഡൽ എന്ന് വിളിച്ചു. എന്നാൽ ഇന്ന് 21ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ കേരളം മറ്റൊരു ചരിത്രപരമായ ചുവടുവയ്പ് നടത്തുകയാണ്. പ്രായമായവരെ വെറുമൊരു വോട്ട് ബാങ്കായോ അല്ലെങ്കിൽ സഹതാപം അർഹിക്കുന്ന വിഭാഗമായോ കാണാതെ അവരുടെ ജ്ഞാനത്തെയും അനുഭവ സമ്പത്തിനെയും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ വയോജന വകുപ്പിൻ്റെ വിജയം. അവിടെയാണ് ആസൂത്രിതമായി നടപ്പാക്കാവുന്ന ചില സാധ്യതകൾ
കേരളത്തിന് മുന്നിലുള്ളത്. ഇതെല്ലാം പുതിയ സംരംഭക സാധ്യതകളുമാണ്. ഒന്ന്, പണത്തിന് പകരം സമയം സമ്പാദ്യമായി സൂക്ഷിക്കുന്ന ബാങ്ക് എന്ന സങ്കല്പമാണ്. കോളേജ് വിദ്യാർത്ഥികൾ, NSS, NCC കേഡറ്റുകൾ അല്ലെങ്കിൽ തദ്ദേശീയരായ യുവതി യുവാക്കൾ എന്നിവർക്ക് ഈ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. അവർ ആഴ്ചയിൽ കുറച്ചു മണിക്കൂറുകൾ വയോജനങ്ങൾക്കൊപ്പം ചെലവഴിക്കുകയോ വായന, ആശുപത്രിയിൽ കൊണ്ടുപോകൽ, കൂട്ടുനിൽക്കൽ എന്നിവയ്ക്ക് സഹായിക്കുകയോ ചെയ്യാം. ഈ സമയം സർക്കാരിൻ്റെ ഡിജിറ്റൽ പോർട്ടലിൽ ടൈം ക്രെഡിറ്റായി സൂക്ഷിക്കും. പിൽക്കാലത്ത് ഈ യുവാക്കൾക്ക് പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് സഹായം വേണമെന്ന് വരുമ്പോഴോ ഈ ടൈം ക്രെഡിറ്റ് ഉപയോഗിച്ച് സൗജന്യ പരിചരണം തിരികെ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ സർക്കാർ സർവീസുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഈ ക്രെഡിറ്റ് റിഡീം ചെയ്യാം. ഇതിലൂടെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ കെയർ ഫോഴ്സ് രൂപീകരിക്കാനാകും. പക്ഷേ തന്ത വൈബെന്നും തള്ള വൈബെന്നും മുതിർന്നവരെ കാണുന്ന ആ വികൃത മനോഭാവമുണ്ടല്ലോ, അതൊന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. വിദേശ രാജ്യങ്ങളിലുള്ള മക്കൾക്ക് പ്രായമായ മാതാപിതാക്കളെ നോക്കാൻ പ്രത്യേക തൊഴിലാനുകൂല്യങ്ങൾ ആലോചിക്കാം. അതായത് IT കമ്പനികളിലും മറ്റ് സ്വകാര്യ സർക്കാർ മേഖലകളിലും ജോലി ചെയ്യുന്ന യുവാക്കളുടെ മാതാപിതാക്കൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കൾക്ക് പ്രത്യേക എൽഡർ കെയർ ലീവ് അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള വർക്ക് ഫ്രം ഹോം ചെയ്യാനുള്ള നിയമപരമായ പരിരക്ഷ നൽകാം. ഇന്ന് കേരളത്തിലെ വയോധികർ നേരിടുന്ന വലിയൊരു പ്രശ്നം ഡിജിറ്റൽ ഒറ്റപ്പെടലും സൈബർ തട്ടിപ്പുകളുമാണ്. പുതിയ വകുപ്പിന് കീഴിൽ യുവജനങ്ങളെ ഡിജിറ്റൽ വയോമിത്രം ഫെലോകളായി നിയോഗിക്കുക. അവർ ഓരോ വീട്ടിലുമെത്തി വയോധികർക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗം, ഓൺലൈൻ ബാങ്കിംഗ്, പെൻഷൻ മസ്റ്ററിംഗ്, വ്യാജ വാർത്തകൾ തിരിച്ചറിയൽ എന്നിവ സൗജന്യമായി പഠിപ്പിക്കാം. ഇത് ചെയ്താൽ പൂർണ്ണമായ ഡിജിറ്റൽ സാക്ഷരതയുള്ള ലോകത്തിലെ ആദ്യ വയോജന സംസ്ഥാനമായി കേരളം മാറും. മറ്റൊരു പ്രധാന ഇനിഷ്യേറ്റീവ് വേണ്ടത് സിൽവർ കരിയറിലാണ്. പലപ്പോഴും എന്തുകൊണ്ട് ആരും നടപ്പാക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഈ വിഷയം. 56 അല്ലെങ്കിൽ 60 വയസ്സിൽ വിരമിക്കുന്ന സർക്കാർ സ്വകാര്യ ജീവനക്കാർ ശാരീരികമായി പൂർണ്ണ ആരോഗ്യവാന്മാരാണ് ഇന്ന്. അവരുടെ എക്സ്പീരിയൻസിൻ്റെ വിസ്ഡം നഷ്ടപ്പെടുത്തരുത്. പുതിയ വകുപ്പ് ഒരു സിൽവർ കരിയർ ബാങ്ക് രൂപീകരിക്കണം. വിരമിച്ച ബാങ്ക് ഉദ്യോഗസ്ഥർ, IT പ്രൊഫഷണലുകൾ, അധ്യാപകർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ എന്നിവരുടെ വിവരങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാം. സ്കൂളുകളിലെ മെൻറ്ററിംഗ്, തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രൊജക്ട് നിർമ്മാണം, കൗൺസിലിംഗ് എന്നിവയ്ക്ക് ഇവരുടെ സേവനം ചെറിയ ഓണറേറിയത്തോടെ സർക്കാർ ഉപയോഗപ്പെടുത്തണം. റിട്ടയർമെന്റിന് ശേഷമുള്ള വിഷാദരോഗം ഇല്ലാതാകും. ഒപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് വിദഗ്ധരുടെ സേവനവും ലഭ്യമാകും. ജെറിയാട്രിക് ആംബുലൻസും ഗ്രേ പ്രോട്ടോക്കോളുമാണ് മറ്റൊന്ന്. മുതിർന്ന പൗരന്മാർക്കായി മാത്രമായി പ്രത്യേക എമർജൻസി മെഡിക്കൽ ശൃംഖല വേണം. സാധാരണ ആംബുലൻസുകളിൽ നിന്ന് വ്യത്യസ്തമായി വീഴ്ചകൾ, ഡിമെൻഷ്യ എന്നിവ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ച പാരാമെഡിക്കൽ ജീവനക്കാരുള്ള ജെറിയാട്രിക് ആംബുലൻസുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക. ആശുപത്രികളിൽ ഇവർക്കായി പ്രത്യേക ഗ്രേ പ്രോട്ടോകോൾ അഥവാ ക്യൂ നിൽക്കാതെ നേരിട്ട് ഡോക്ടറെ കാണാനുള്ള സംവിധാനം നടപ്പിലാക്കണം. അടിയന്തര ഘട്ടങ്ങളിൽ വീട്ടിൽ മക്കളില്ലാതെ ഒറ്റപ്പെടുന്ന വയോധികർക്ക് ഇതൊരു ജീവനാഡിയാകും. പല വയോധികരുടെയും മക്കൾ വിദേശത്താണ്. എന്നാൽ നാട്ടിലുള്ള വലിയ വീടും പറമ്പും വിൽക്കാനും കഴിയില്ല, ജീവിക്കാൻ പണവുമില്ല. ബാങ്കുകളുമായി ചേർന്ന് റിവേഴ്സ് മോർഗേജ് ലോൺ സംവിധാനം വയോജന വകുപ്പ് ലളിതമാക്കണം. ആ സംവിധാനത്തിലൂടെ വീട് ബാങ്കിൽ ഈട് വെച്ച് വയോധികർക്ക് മരണം വരെ എല്ലാ മാസവും കൃത്യമായ തുക പെൻഷൻ പോലെ ബാങ്ക് നൽകും. അവരുടെ കാലശേഷം ബാങ്ക് ആ വീട് ഏറ്റെടുക്കും. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിക്കാതെ തന്നെ ലക്ഷക്കണക്കിന് വയോധികർക്ക് മാന്യമായ മാസവരുമാനം ഉറപ്പാക്കാം. സിൽവർ ടൂറിസം ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് മറ്റൊരു സാധ്യത. പ്രായമായവരുടെ വിനോദത്തിനും മാനസിക ഉല്ലാസത്തിനുമുള്ള പദ്ധതിയാണിത്. KSRTC, ടൂറിസം വകുപ്പ് എന്നിവയുമായി ചേർന്ന് ഇത് എളുപ്പത്തിൽ നടപ്പാക്കാം. മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി കുറഞ്ഞ ചെലവിൽ പ്രത്യേക തീർത്ഥാടന വിനോദയാത്രകൾ അഥവാ സിൽവർ ടൂറിസം പാക്കേജസ് ഒരുക്കാം. വാർദ്ധക്യമെന്നാൽ വീട്ടിനുള്ളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല എന്ന വലിയൊരു സന്ദേശം ഇത് സമൂഹത്തിന് നൽകും. കാരണം ആധുനിക സാമ്പത്തിക ശാസ്ത്രം വയോജനങ്ങളെ കാണുന്നത് സംസ്ഥാനത്തെ രക്ഷിക്കാൻ പോകുന്ന ഒരു എക്കണോമിക് എഞ്ചിനായിട്ടാണ്. ഇതൊക്കെ അവസരങ്ങളാണ്, പറഞ്ഞുവെന്ന് മാത്രം. സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, പ്രായമായവരുടെ പരിചരണത്തിലൂടെ കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ആഭ്യന്തര വിപണിയുള്ള കെയർ എക്കോണമി സൃഷ്ടിക്കാനും സാധിക്കും. വയോധികർക്ക് സൗജന്യ ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്നതിന് പകരം വയോജന പരിചരണത്തെ ഒരു മൈക്രോ എന്റർപ്രൈസ് മാതൃകയായി മാറ്റുന്ന ഒഡീഷ മോഡൽ ഇവിടെ പ്രസക്തമാണ്. ഈ വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിലൂടെ നമ്മൾ കേരളത്തിൻ്റെ പണം ചെലവഴിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ബാങ്ക് ക്യാപിറ്റലും NRI പണവും ആഭ്യന്തര വിപണിയും ഉണർത്തി
സംസ്ഥാന ഖജനാവിലേക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ മന്ത്രാലയം ഒരു ചെലവ് കേന്ദ്രമല്ല, ഇതൊരു ലാഭ കേന്ദ്രമാണ്. പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും MSMEകൾക്കും സംരംഭക സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി രൂപീകൃതമായ ഈ വകുപ്പിലൂടെ ജപ്പാനെ പോലെ സൂപ്പർ ഏജ്ഡ് സമൂഹമായി മാറുന്ന കേരളത്തിന് അന്തസ്സോടെയും സുരക്ഷിതത്വത്തോടെയും ജീവിക്കാനുള്ള ഒരു പുതിയ കേരള മോഡൽ കൂടി ഈ സർക്കാരിന് സൃഷ്ടിക്കാനാകട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com.